നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. പാലക്കാട് RSS പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിൽ ഒളിവിലായിരുന്ന പ്രതി മുഹമ്മദ് അലി NIA പിടിയിലായി. ഇന്റർപോളിന്റെ സഹായത്തോടെ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നാണ് പ്രതിയെ കണ്ടെത്തിയത്. ഡൽഹിയിലെത്തിച്ച ശേഷമാണ് NIA അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റിലായ മുഹമ്മദ് അലി പോപ്പുലർ ഫ്രണ്ടിന്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റായിരുന്നു. ജിദ്ദയിൽ 3 മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് വിവരം. ഡൽഹിയിൽ പാറ്റ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് കോൺഗ്രസും CPM-ഉം ചേർന്ന് വ്യാപക സംഘർഷം ഉണ്ടാക്കി അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു. ഇന്നലെ KSU SFI പ്രവർത്തകർ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കും ലോക്ഭവന് മുന്നിലേക്കും നടത്തിയ മാർച്ചിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത്. ജനങ്ങളുടെ സ്വൈരജീവിതം തടസ്സപ്പെടുത്തിയാണ് ഇരുകൂട്ടരും അക്രമം നടത്തുന്നത്. സംഘർഷം മണിക്കൂറുകളോളം നീണ്ടു. വാഹനഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കാൽനടയാത്രയും തടസ്സപ്പെട്ടു. ജനങ്ങൾ വലഞ്ഞു. അക്രമം അഴിച്ചുവിട്ട SFI-ക്കാർ വ്യാപാര സ്ഥാപനങ്ങളുടെ ബോർഡുകൾ അടിച്ചു തകർത്തു. പോലീസിന് നേരെ മദ്യക്കുപ്പികളും കല്ലുകളും വലിച്ചെറിഞ്ഞു. കുപ്പിയേറിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു. ഇതോടെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചെങ്കിലും കൊടി കെട്ടിക്കൊണ്ടുവന്ന കമ്പുപയോഗിച്ച് പോലീസുകാരെ അടിച്ചു. ഇതോടെ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. കേന്ദ്രത്തിനെതിരെയാണ് SFI-ക്കാർ ആദ്യം മുദ്രാവാക്യം വിളിച്ചത്. എന്നാൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതോടെ മുഖ്യമന്ത്രി VD സതീശനും സർക്കാരിനുമെതിരെയുമായി മുദ്രാവാക്യം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നലെ കൽപ്പറ്റയിൽ നടത്തിയ മാർച്ചിനിടെ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ KSU നേതാവിനെതിരെ കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് കൽപ്പറ്റ പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ KSU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗൗതം ഗോകുൽദാസ് പോലീസുകാരന്റെ കരണത്തടിച്ച സംഭവത്തിലാണ് കേസെടുത്തത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പോലീസുകാരന്റെ മുഖത്തടിച്ചതിനുമാണ് ഗൗതത്തിനെതിരെ കേസ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക വിവരം പുറത്ത്. PS പ്രശാന്ത് നേരിട്ട് ഇടപെട്ടതിന് തെളിവുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ട്. തിരുവാഭരണം കമ്മീഷണർ റെജിലാലിന്റെ റിപ്പോർട്ട് തള്ളിയാണ് പ്രശാന്ത് പാളികൾ ചെന്നൈയിൽ കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചത്. സ്വർണം ഇളക്കിമാറ്റി വീണ്ടും പ്ലേറ്റ് ചെയ്യാനുള്ള സംവിധാനം സ്മാർട്ട് ക്രിയേഷൻസിന് ഇല്ലെന്ന് റെജിലാൽ റിപ്പോർട്ട് നൽകിയിരുന്നു. 2025 ജൂലൈ 30-നാണ് ദേവസ്വം സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയത്. പോത്തിറച്ചിക്ക് പിന്നാലെ കോഴിയിറച്ചിക്കും പൊള്ളും വില. കോഴിത്തീറ്റയുടെ വിലവർധനയാണ് ഇറച്ചി വില കൂടാൻ കാരണം. കഴിഞ്ഞ ദിവസം 1 കിലോ കോഴിയിറച്ചിക്ക് 240 മുതൽ 250 രൂപയാണ്. 1 കിലോ കോഴിക്ക് 164 മുതൽ 170 രൂപ വരെയും വിലയുണ്ട്. 1350 രൂപയുണ്ടായിരുന്ന 50 കിലോഗ്രാമിന്റെ ഒരു ചാക്ക് കോഴിത്തീറ്റയ്ക്ക് 1850 രൂപയായി. 500 രൂപ വർധന. തീറ്റയുണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കളായ ചോളം, സോയാബീൻ, ഗോതമ്പ്, ഉണക്കമീൻ തുടങ്ങിയവ കിട്ടാനില്ലാത്തതാണ് വില കൂടാൻ കാരണം. കോഴിക്കോട് ജില്ലയിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കൊയിലാണ്ടി നഗരസഭ നടേരി സ്വദേശിയായ 49 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. രോഗി അടുത്തിടെ വീട് വിട്ട് പുറത്തെവിടെയെങ്കിലും പോയതോ ജലാശയങ്ങളിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തതായും പ്രാഥമിക വിലയിരുത്തലുകളിൽ വിവരം ലഭിച്ചിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കിണറ്റിലെ വെള്ളം പരിശോധനയ്ക്കായി ശേഖരിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്ലാസ്റ്റിക് വേർതിരിക്കാൻ എടുത്ത ചാക്കിനുള്ളിൽ പെരുമ്പാമ്പ്. മുത്താമ്പി MCF-ൽ ശേഖരിച്ചു വെച്ച പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾക്കിടയിലാണ് പ്ലാസ്റ്റിക് ചാക്കിൽ പെരുമ്പാമ്പിനെ കെട്ടിവെച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം. ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്ലാസ്റ്റിക് വേർതിരിക്കുന്നതിനിടെ പെരുമ്പാമ്പ് ചാക്കിനുള്ളിൽ നിന്ന് പുറത്തു ചാടി. അറിഞ്ഞുകൊണ്ടാവണം ആരോ പ്ലാസ്റ്റിക് ചാക്കിനുള്ളിൽ പെരുമ്പാമ്പിനെ കെട്ടിവെച്ചതെന്നും തലനാരിഴയ്ക്കാണ് പാമ്പിന്റെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടതെന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ പറഞ്ഞു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ K. ആലിക്കുട്ടി മുസല്യാർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. 1945 മലപ്പുറം ഇരുമ്പുഴി തെക്കുംമുറിയിലാണ് ജനനം. 2016-ലാണ് സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റത്. നിരവധി മഹല്ലുകളുടെയും ഖാസിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ സർക്കാരിനെ പ്രശംസിച്ച് AD തോമസ് MLA. വെട്ടിയത് മഴു മറന്നിരുന്നു, പക്ഷേ വെട്ടേറ്റ മരം അത് മറന്നില്ലെന്നും AD തോമസ് ഓർമ്മിപ്പിച്ചു. കേരളത്തിലെ യുവജനങ്ങളുടെ തല തല്ലി പൊളിക്കാമെന്ന് ഇനി ആരും കരുതേണ്ടതില്ലെന്നും അതിനെ രക്ഷാപ്രവർത്തനമെന്ന് ആരും വാഴ്ത്തിപ്പാടേണ്ടതില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ റദ്ദ് ചെയ്ത പരീക്ഷയുടെ പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചു. ചോദ്യപേപ്പർ വിതരണത്തിലെ തകരാറിനെ തുടർന്ന് ജൂലൈ 18-ന് ഉച്ചയ്ക്ക് 1:30 മുതൽ 3:05 വരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന 10ാം തരം പൊതു പ്രാഥമിക പരീക്ഷയുടെ 2ാം ഘട്ട പരീക്ഷയാണ് റദ്ദാക്കിയത്. അന്നേ ദിവസം രാവിലെ 10 മുതൽ 11:35 വരെ നടന്ന ആലപ്പുഴ ജില്ലയിലെ ലജനത്തുൽ മുഹമ്മദിയ
HSS സ്കൂളിലെ സെന്റർ 2 HSS വിഭാഗം നടന്ന പരീക്ഷയും റദ്ദാക്കിയിരുന്നു. 10ാം തരം പൊതു പ്രാഥമിക പരീക്ഷയാണ് റദ്ദാക്കിയത്. പരീക്ഷയുടെ 2ാം ഘട്ടവും ലജനത്തുൽ സ്കൂളിലെ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കുള്ള പുനഃപരീക്ഷയും ഓഗസ്റ്റ് 22 രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:05 വരെ നടത്തും. കേന്ദ്ര സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിർണായക അഴിച്ചുപണി നടത്തി. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയെ മാറ്റി പഞ്ചായത്ത് രാജ് സെക്രട്ടറിയായി നിയമിച്ചു. അദ്ദേഹത്തിന് പകരം പശ്ചിമ ബംഗാൾ കേഡറിലെ IAS ഉദ്യോഗസ്ഥനായ നരേഷ് പാൽ ഗംഗ്വാറിനെ പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി നിയമിച്ചു. ബുധനാഴ്ച പുറത്തിറക്കിയ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിലാണ് നിയമനമാറ്റം. 1992 ബാച്ച് മണിപ്പൂർ കേഡർ IAS ഉദ്യോഗസ്ഥനാണ് വിനീത് ജോഷി. 1994 ബാച്ച് പശ്ചിമ ബംഗാൾ കേഡർ ഉദ്യോഗസ്ഥനായ നരേഷ് പാൽ ഗാംഗ്വാർ ഇതുവരെ കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പിന്റെ സെക്രട്ടറിയായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസ് ലോൺ ബോൾഡ് മത്സരത്തിൽ ഇന്ത്യൻ താരം പുതുൽ സോനോവാൾ സ്വപ്നതുല്യമായ തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. പുരുഷന്മാരുടെ സിംഗിൾസിൽ ലോകോത്തര താരവും കോമൺവെൽത്ത് ഗെയിംസിലെ 3 തവണ മെഡൽ ജേതാവുമായ കാനഡയുടെ റയാൻ ബെസ്റ്ററിനെ അട്ടിമറിച്ചാണ് പുതുൽ ശ്രദ്ധ നേടിയത്. സെക്ഷൻ ഡിയിലെ ആദ്യ മത്സരത്തിൽ ടൈ ബ്രേക്കറിലൂടെയായിരുന്നു ഇന്ത്യൻ താരത്തിന്റെ വിജയം. ആദ്യ സെറ്റ് 5-4 സ്വന്തമാക്കിയ പുതുൽ 2ാം സെറ്റിൽ 3-7 പിന്നിലായെങ്കിലും നിർണായക ടൈ ബ്രേക്കറിൽ സമ്മർദ്ദം അതിജീവിച്ച് വിജയം ഉറപ്പിക്കുകയായിരുന്നു. ലോക റാങ്കിങ്ങിൽ 21ാം സ്ഥാനത്തുള്ള പുതുൽ നിലവിലെ ഏഷ്യൻ ചാമ്പ്യനാണ്. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിലെ കബഡി മത്സരങ്ങളുടെ ഗ്രൂപ്പ് നറുക്കെടുപ്പ് പ്രഖ്യാപിച്ചു. വനിതാ വിഭാഗത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് കരുത്തരായ ഇറാനൊപ്പം ഗ്രൂപ്പ് ലഭിച്ചപ്പോൾ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയും ഇറാനും വ്യത്യസ്ത ഗ്രൂപ്പുകളിലായി. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ, ബംഗ്ലാദേശ്, ദക്ഷിണ കൊറിയ, ചൈനീസ് തായ്പേയ്, ജപ്പാൻ എന്നിവർക്കൊപ്പമാണ് ഗ്രൂപ്പ് എയിൽ ഇടം പിടിച്ചത്. നിലവിലെ വെള്ളി മെഡൽ ജേതാക്കളായ ഇറാൻ, നേപ്പാൾ, തായ്ലൻഡ്, പാകിസ്ഥാൻ, മലേഷ്യ എന്നിവരടങ്ങുന്ന ഗ്രൂപ്പ് ബിയിലാണ്. വനിതാ വിഭാഗത്തിൽ ഇന്ത്യ, ഇറാൻ, ജപ്പാൻ, ബംഗ്ലാദേശ് എന്നിവരാണ് ഗ്രൂപ്പ് എയിൽ. 2022 ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ഇന്ത്യക്ക് ഇത്തവണ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ശക്തമായ വെല്ലുവിളിയാണ് ഇറാനിൽ നിന്ന് നേരിടേണ്ടി വരുന്നത്. 2026 തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ ഏറ്റവും സജീവമായ ഘട്ടങ്ങളിലൊന്നായ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഹിമാലയം, ചൈന, ദക്ഷിണ കൊറിയ വരെ വ്യാപിച്ചു കിടക്കുന്ന 7000 മുതൽ 10000 കിലോമീറ്റർ വരെ നീളമുള്ള മേഘപടലം ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ മഴ ഇന്ത്യയിലുടനീളം മഴയിൽ ഗണ്യമായ വർധനവുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം ദുർബല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക, മണ്ണിടിച്ചിൽ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO വ്യാഴാഴ്ച തദ്ദേശീയമായി നിർമ്മിച്ച ദീർഘദൂര ഉപരിതല വായു മിസൈൽ കുഷയുടെ ആദ്യ പറക്കൽ പരീക്ഷണം വിജയകരമായി നടത്തി. ഒഡീഷ തീരത്തുള്ള APJ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നാണ് വിജയകരമായ വിക്ഷേപണം നടന്നത്. CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഓൺലൈനിൽ തെറ്റായ വിവരങ്ങൾക്കെതിരെ ഡൽഹി പോലീസ് നടപടി സ്വീകരിച്ചു. പാകിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന 480 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കണ്ടെത്തി ബ്ലോക്ക് ചെയ്തു. വ്യാജ വാർത്തകളും പ്രചാരണങ്ങളും പ്രചരിപ്പിക്കുന്നതിനായി അക്കൗണ്ടുകൾ ഏകോപിപ്പിച്ച പ്രചാരണത്തിൽ ഏർപ്പെട്ടിരുന്നതായി ഡൽഹി പോലീസ് സ്ഥിരീകരിച്ചു. സംഘർഷം വർദ്ധിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളെയും യുവാക്കളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിനുമായി പ്രകോപനപരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നതിനാണ് ഈ ഹാൻഡിലുകൾ ഉപയോഗിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ 400 വെറ്റിനറി ഓഫീസർ തസ്തികയിലേക്ക് നടത്തിയ നിയമനത്തിൽ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അന്തിമ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സ്വാധീനിക്കാൻ ഇടനിലക്കാർ 80 ലക്ഷം രൂപ മുതൽ ആവശ്യപ്പെട്ടതായി ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചു. 342 സ്ഥിരം തസ്തികകളിലേക്കും 52 ബാക്ക്ലോഗ് ഒഴിവുകളിലേക്കുമുള്ള നിയമനത്തിൽ ഏജന്റുമാർ വഴി കൃത്രിമം നടന്നതായി ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചു. ഇടനിലക്കാർ ഉൾപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള ഓഡിയോ റെക്കോർഡിംഗുകൾ, ഫോട്ടോഗ്രാഫുകൾ, വീഡിയോകൾ എന്നിവ ഒരു സ്റ്റിംഗ് ഓപ്പറേഷന്റെ ഭാഗമായി ഉദ്യോഗാർത്ഥികൾ പുറത്തുവിട്ടു. കപ്പൽ ഗതാഗത മാർഗങ്ങളെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾ രൂക്ഷമായതോടെ ഇറാനെതിരെ 13ാം രാത്രി ആക്രമണം നടത്തുകയാണെന്ന് US സൈന്യം വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു. നേരത്തെ ചെങ്കടലിൽ 2 സൗദി എണ്ണ ടാങ്കറുകൾ ആക്രമിച്ചതായി യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതർ പറഞ്ഞിരുന്നു. ഹോർമുസ് കടലിടുക്കിനുമേലുള്ള നിയന്ത്രണം വീണ്ടെടുക്കാനും അന്താരാഷ്ട്ര ഷിപ്പിംഗ് പ്രവാഹം പുനഃസ്ഥാപിക്കാനും അമേരിക്കക്കാർ ശ്രമിക്കുമ്പോൾ സിവിലിയൻ നാവികരെയും പ്രാദേശിക ജലാശയങ്ങളിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകളെയും ഭീഷണിപ്പെടുത്താനുള്ള ഇറാന്റെ കഴിവിനെ കൂടുതൽ ദുർബലപ്പെടുത്തുന്നതിനാണ് ഏറ്റവും പുതിയ ആക്രമണങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് പറഞ്ഞു. ഇറാന് ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ടെഹ്റാൻ ദുരുദ്ദേശങ്ങൾ പുലർത്തുന്നുവെന്ന് ആരോപിച്ചു. അതേസമയം സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ രാജ്യം വളരെ കനത്ത വില നൽകേണ്ടി വരുമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മുന്നറിയിപ്പ് നൽകി. നിർബന്ധിത തൊഴിൽ സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ശേഷം ഇന്ത്യയിൽ നിന്നും മറ്റൊരു ഡസനിലധികം രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് അമേരിക്ക വ്യാഴാഴ്ച 10% തീരുവ ഏർപ്പെടുത്തി.
1974 വ്യാപാര നിയമത്തിലെ സെക്ഷൻ 301 പ്രകാരം ആദ്യം നിർദ്ദേശിച്ച 12.5% താരിഫിനേക്കാൾ കുറഞ്ഞ നിരക്കാണ് ന്യൂഡൽഹി നേടിയിരിക്കുന്നത്. ഉപയോക്താക്കൾക്ക് അക്കൗണ്ടുകൾ ലോക്ക് ചെയ്യപ്പെടുമ്പോഴോ പാസ്വേഡ് മറന്നുപോകുമ്പോഴോ സാധാരണ ഫോൺ, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ 2-ഫാക്ടർ ഓതന്റിക്കേഷൻ ആപ്പുകൾ ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോഴോ അവരുടെ ഐഡന്റിറ്റി പരിശോധിക്കാനും അക്കൗണ്ടുകളിലേക്ക് വീണ്ടും ആക്സസ് നേടാനും അനുവദിക്കുന്ന ഒരു പുതിയ സെൽഫി വീഡിയോ ഫീച്ചർ ഗൂഗിൾ അവതരിപ്പിച്ചു. ദ വേർജിന്റെ റിപ്പോർട്ട് പ്രകാരം ഉപയോക്താക്കൾക്ക് അവരുടെ മുഖത്തിന്റെ ഒരു ചെറിയ വീഡിയോ ഒരു മൊബൈൽ ഉപകരണത്തിലോ PC-യിലോ റെക്കോർഡ് ചെയ്യാൻ അനുവദിക്കുന്നതിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.